2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് കൃഷ്ണ കോളേജിലേക്ക് പോകുന്നത്. രാവിലെ തന്നെ കാശിയോടൊപ്പം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടി തന്നെയാണ് കൃഷ്ണ കോളേജിലേക്ക് പോകാൻ തയ്യാറായത്. എന്നത്തെയും പോലെ അവരുടെ ഫേവറേറ്റ് പ്ലേസായ ഗുൽമോഹറിന്റെ ചോട്ടിൽ എല്ലാവരും ഒത്തുകൂടി. കൃഷ്ണയെ കണ്ടുടനെ ജെസ്സി അവളെ മുറുകെ പുണർന്നു. ജോബിനും ജിബിനും എല്ലാം അവളുടെ സന്തോഷം പങ്കുവച്ചു. ജോയൽ മാത്രം മറ്റെങ്ങും നോക്കി മുഖവും വീർപ്പിച്ചിരുന്നു. അവന്റെ പരിഭവത്തിന്റെ കാരണം നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ കൃഷ്ണ അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അത് കാണുന്തോറും ജോയലിന്റെ മുഖം വീണ്ടും വീർത്തു വന്നു. അത് കണ്ട് കൃഷ്ണ ചിരി അടക്കി പിടിക്കാൻ പാടുപെട്ടു. ഇന്നലെ രാത്രി വീഡിയോ കോൾ ചെയ്തപ്പോൾ ഒരു ഉമ്മ ചോദിച്ചു. അത് കൊടുക്കാത്തതിനാണ് ചെക്കനെയും മുഖം വീർപ്പിച്ച് വച്ചിരിക്കുന്നത്. കൃഷ്ണ മനസ്സിൽ ഓർത്തു ചിരിച്ചു. നിന്റെ മുഖം എന്താ ചോദിച്ചാ ഇങ്ങനെ വീർത്തിരിക്കുന്നേ? പ്രിയ തോഴി പോയതിന്റെ സങ്കടത്തിലാണോ? ജിബിൻ അവനെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. പ്രിയ തോഴി പോയെന്നോ? ആരുടെ കാര്യമാ ജിബിച്ചാ പറയുന്നത്? കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. അപ്പോ നീ ഒന്നും അറിഞ്ഞില്ലേ? നമ്മുടെ ക്ലാര പോയി അവളുടെ പപ്പയ്ക്കൊപ്പം സ്റ്റേഴ്സിലേക്ക്. ഇനി പഠിത്തമൊക്കെ അവിടെയാ. അവളുടെ മമ്മിയുടെ ബ്രദറോ മറ്റോ അവിടെ ഉണ്ട്. പുള്ളി അവിടെ സെറ്റിൽഡാണ്. അവരുടെ കൂടെയാ ഇനി അവൾ താമസിക്കുന്നത്. അങ്കിൾ അടുത്ത മാസം തിരിച്ചു വരും. ഇന്നലെ യാത്ര ചോദിക്കാൻ വീട്ടിൽ വന്നിരുന്നു. അന്നേരം മുതൽ ഇവന്റെ മുഖം ഇങ്ങനെ ഒരു കുട്ടയുണ്ട്. ജിബിൻ അതും പറഞ്ഞ് ജോയലിനെ പിന്നെയും കളിയാക്കി. പോടാ പുല്ലേ. കയ്യിലിരുന്ന ബാഗും കൊണ്ട് ജിബിന്റെ തലയ്ക്കൊരെണ്ണം കൊടുത്തിട്ട് ജോയൽ അവിടെ നിന്നും എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. ജോ, നിന്നേ, പോവല്ലേ. ഞാനിപ്പോൾ വരാം എന്ന് ആക്ഷനും കാണിച്ചിട്ട് കൃഷ്ണ അവന് പിറകെ ഓടി. പറയടി, എന്തിനാ നീ അന്നെന്നെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടത്? വാഷ്റൂമിന്റെ ചുവരിലേക്ക് സോനയെ ചേർത്ത് നിർത്തി അവളുടെ കൈ പിറകിലേക്ക് പിടിച്ചു തിരിച്ചുകൊണ്ട് കൃഷ്ണ അവൾക്ക് നേരെ ചോദ്യമുയർത്തി. കൃഷ്ണയുടെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സോന. ആരെങ്കിലും വരുന്നതിന് മുന്നേ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ ക്യാമ്പസിലെ മുഴുവൻ കുട്ടികളുടെയും മുന്നിൽ വെച്ച് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും എല്ലാ സത്യവും. അത് വേണോ? കൃഷ്ണ ദേഷ്യം കൊണ്ട് വിറച്ചു. വേണ്ട, ഞാനെല്ലാം പറയാം. പ്ലീസ് എൻ്റെ കൈ വിട് കൃഷ്ണ. സോന യാചനയോടെ കൃഷ്ണയെ നോക്കി. കൃഷ്ണ അവളുടെ കയ്യിലെ പിടി പതുക്കി അയച്ചു. ഇനി പറ, ആര് പറഞ്ഞിട്ടാ നീ അത് ചെയ്തത്? കൃഷ്ണ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. ആരും പറഞ്ഞിട്ടല്ല. സോനയുടെ തല താഴ്ന്നു. കള്ളം പറയുന്നോടി പുല്ലേ. ചോദ്യത്തിനൊപ്പം കൃഷ്ണയുടെ കൈ ഊക്കോടെ സോനയുടെ കവിളിൽ പതിഞ്ഞു. നീയായി പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ? കൃഷ്ണ ഭീഷണി മുഴക്കി. ഞാൻ പറയാം. പറയ്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ആരും പറഞ്ഞിട്ടല്ല ഞാൻ നിന്നെ ആ റൂമിൽ പൂട്ടിയിട്ടത്. ആരും പറഞ്ഞിട്ടല്ലെങ്കിൽ പിന്നെ എന്തിനു നീ എന്നോടിത് ചെയ്തു? അതിന് കാരണം റയാനാണ്. റയാനോ? കൃഷ്ണ അവളെ സംശയത്തോടെ നോക്കി. എനിക്ക് അവനെ ഇഷ്ടമാണ്. വർഷങ്ങളായി ഞാൻ അവനെ സ്നേഹിക്കുന്നു. പക്ഷേ ഇന്നോളം അവൻ എൻ്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടില്ല, സോന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇതും തമ്മിൽ എന്ത് ബന്ധം? കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. എൻ്റെ ഇഷ്ടം ഞാൻ അവനോട് തുറന്നു പറഞ്ഞപ്പോൾ അവൻ എന്നെ തല്ലി. അവൻ്റെ പ്രണയം ഞാനല്ല പോലും, അത് നീയാണെന്ന്. അവന് നിന്നോട് അടങ്ങാത്ത പ്രണയമാണെന്ന്. നിന്നെ അവൻ നോട്ടമിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് അവനെ സൂക്ഷിക്കണം, അവൻ നല്ലവനല്ലെന്ന് നിന്നോടും ജെസ്സിയോടും ഞാൻ പറഞ്ഞത്. നീ അവനെ വെറുത്തോട്ടെ എന്ന് കരുതി. പക്ഷേ എന്നിട്ടും അവൻ നിന്നെ സ്നേഹിച്ചു. സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. നീ ഇല്ലാതായാൽ അവൻ എന്നെ സ്നേഹിക്കും എന്ന് കരുതിയാ ഞാൻ അന്ന് നിന്നെ ആ മുറിയിലേക്ക് തള്ളിവിട്ടത്. സോന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് കൃഷ്ണ ആകെ വല്ലാതായി. സോന, നീ ക്ലാസ്സിൽ പൊയ്ക്കോ. കൃഷ്ണ സോനയിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു. താൻ പറഞ്ഞത് മുഴുവൻ കൃഷ്ണ വിശ്വസിച്ചെന്ന് മനസ്സിലായതും സോന കണ്ണുകൾ തുടച്ചുകൊണ്ട് ഗൂഢമായ ചിരിയോടെ മുന്നോട്ട് നടന്നു. അപ്പോഴും സോന പറഞ്ഞ കാര്യങ്ങൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കൃഷ്ണയുടെ മനസ്സ്. ദിവസങ്ങൾ കടന്നുപോയി. കഴിഞ്ഞ സംഭവങ്ങളെല്ലാം കൃഷ്ണ പാടെ മറന്നു. ജോയലും ജിബിനും ജോബിനും കാശിയും കോളേജിൽ വരാത്ത ഒരു ദിവസം നോക്കി കൃഷ്ണ റയാനെ ചോദ്യം ചെയ്തിരുന്നു. അവന്റെ ഭാഗത്തു നിന്ന് സോന പറഞ്ഞതൊക്കെ സമ്മതിക്കുമ്പോൾ മറുപടി കിട്ടിയപ്പോൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് കൃഷ്ണ അവനെ തല്ലി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലിക്കൊണ്ടതിൽ കൃഷ്ണയോട് ദേഷ്യം തോന്നിയെങ്കിലും ജോയലിനെ പേടിച്ച് അവൻ അതിൽ പ്രതികരിച്ചില്ല. അവന്റെ ഭാഗത്തു നിന്ന് പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കോളേജിൽ നിന്ന് പോയതിനു ശേഷം അവനെ ആരും കണ്ടിട്ടുമില്ല. ഇന്നാണ് കോളേജിലെ കൃഷ്ണയുടെയും ജെസ്സിയുടെയും അവസാനത്തെ ദിവസം. കിച്ചുവേ, ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ ഓർക്കൂടി? ദേ ജെസ്സി, എൻ്റെ വായിൽ നല്ല പുളിച്ച തെറിയാ വരുന്നത്. രാവിലെ തുടങ്ങിയതാ നിന്റെ ഈ ചൊറിച്ചില്. രാവിലെ കോളേജിൽ വന്നപ്പോൾ മുതൽ ഈ ചോദ്യം ചോദിച്ച് കൃഷ്ണയെ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് ജെസ്സി. അവൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും കൃഷ്ണ സ്വയം പല്ലുകടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അത് പിന്നെ നീ എൻ്റെ പൊന്നല്ലേടി. നിന്നെ കാണാതെ ഇനി എങ്ങനെയാ ഞാൻ? ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞാൽ എല്ലാവരും പല വഴി പിരിയും. ജെസ്സിയുടെ കണ്ണുകളിൽ ഈറനണിഞ്ഞു. എൻ്റെ ജെസ്സി, അതിനല്ലേ ഫോൺ. എന്നെ നിനക്ക് എപ്പോൾ കാണണമെന്ന് തോന്നിയാലും ഒറ്റ കോൾ പോരെ, ഞാൻ ഓടിയെത്തില്ലേ? കൃഷ്ണ അവളുടെ തോളിലൂടെ കൈ ചുറ്റി ചേർത്ത് പിടിച്ചു. ആ, അതാ ഒരാശ്വാസം, ജെസ്സി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു.
നിന്റെ ഏട്ടൻ തന്നെ എന്നെ കാണാൻ വന്നിട്ട് ദിവസം എത്രയായെന്നറിയോ? ഒരു കാശിനാഥ്. മാണിക്യശ്ശേരിയിലെ കൊച്ചു തമ്പുരാന് ഈ ഉള്ളവളെ ഇപ്പോൾ ഓർമ്മയുണ്ടാവോ ആവോ? ജെസ്സി കൃഷ്ണയ്ക്ക് നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. എടി, അതിന് നീ എന്നെ എന്തിനാ കടിച്ചു തിന്നാൻ വരുന്നത്? ഏട്ടൻ ഹോസ്പിറ്റലിലെ കാര്യങ്ങളുമായി നല്ല തിരക്കില്ല, അതാവും വരാത്തത്. ഓ പിന്നെ, ഹോസ്പിറ്റൽ മുഴുവൻ അങ്ങയുടെ തലയിലല്ലേ ഇരിക്കുന്നത്. ഇനി അങ്ങ് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. ജെസ്സിയുടെ സംസാരം കേട്ട് കൃഷ്ണയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ അറിയാതെ ചിരിച്ചുപോയി. നീ ഗണിക്കണ്ട. ജോബിച്ചായൻ്റെ കണ്ണു ഒടിച്ച്. ജോബിച്ചായൻ നിന്നെ കാണാൻ വരുന്നത് കൊണ്ടാ നിനക്കതിൻ്റെ വിഷമം മനസ്സിലാകാത്തത്. എടി പെണ്ണെ, നീ ചൂടാവാതെ. ഇന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഏട്ടനാ വരുന്നത്, കൂട്ടത്തിൽ നിന്നെ കാണാനും. ശരിക്കും? കൃഷ്ണ പറയുന്നത് കേട്ട് കണ്ണു വിടർത്തിക്കൊണ്ട് ജെസ്സി ചോദിച്ചു. ആടി, ശരിക്കും. ഓ എൻ്റെ ചക്കരെ, നീ മുത്താണ്. ജെസ്സി കൃഷ്ണയെ കെട്ടിപ്പിടിച്ച് അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. ഈ ഉമ്മ നീ അച്ഛനും അമ്മയ്ക്കുമാ കൊടുക്കേണ്ടത്. അവരില്ലാത്തത് കൊണ്ടാ ഏട്ടൻ എന്നെ കൂട്ടാൻ വരുമെന്ന് പറഞ്ഞത്. ജെസ്സിയെ പിടിച്ച് നേരെ ഇരുത്തിക്കൊണ്ട് കൃഷ്ണ പറഞ്ഞു. അവരെവിടെ പോയി? ജെസ്സി സംശയത്തോടെ ചോദിച്ചു. അവർ തറവാട്ടമ്പലത്തിൽ പോയിരിക്കുക. എനിക്കും ഏട്ടനും എന്തോ ദോഷ സമയമാണെന്നൊക്കെ പറഞ്ഞ് അമ്മ എപ്പോഴും കരച്ചില്ല. അതിനൊരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ കൈയോടെ പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ട് അമ്മയെ. കൂടെ മുത്തശ്ശനും മുത്തശ്ശിയുമുണ്ട്. ഓഹ്, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ, അതെന്തേലും ആവട്ടെ. നാഥ് എപ്പോഴാ വരുന്നേ? ജെസ്സി ഒരു ഇളിയോടെ ചോദിച്ചു. ആദ്യം പോയി എക്സാം എഴുതാം. എക്സാം ക്വസ്റ്റ്യൻ ഈ മരച്ചൂട്ടിൽ കൊണ്ടുതരാൻ നിന്റെ അപ്പൻ ജോണല്ല ഇൻവിജിലേറ്റർ. ഇങ്ങോട്ട് വാടി. ജെസ്സിയുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് കൃഷ്ണ എക്സാം ഹാളിലേക്ക് നടന്നു. എക്സാം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ കൃഷ്ണയുടെയും ജെസ്സിയുടെയും പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കാശിക്ക് പകരം രാമനായിരുന്നു കൃഷ്ണയെ കൂട്ടാൻ കോളേജിലേക്ക് വന്നത്. രാമേട്ടനാണോ വന്നത്? ഏട്ടൻ എവിടെ രാമേട്ടാ? അവരെ കാത്ത് ഗേറ്റിനടുത്ത് നിൽക്കുന്ന രാമനെ നോക്കി കൃഷ്ണ സംശയത്തോടെ ചോദിച്ചു. അത് കുഞ്ഞെ, കാശി കുഞ്ഞു മനയിലുണ്ട്. നമുക്ക് വേഗം പോവാം. കുഞ്ഞു വണ്ടിയിലോട്ട് കയറ്. കൃഷ്ണയുടെ മുഖത്ത് നോക്കാതെ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു രാമൻ. എന്താ രാമേട്ടാ മുഖമൊക്കെ വല്ലാതെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏട്ടൻ വീട്ടിലുണ്ടായിട്ട് എന്താ എന്നെ കൂട്ടാൻ വരാതിരുന്നത്? എല്ലാം പറയാം കുഞ്ഞെ, നമുക്ക് വേഗം പോകണം. കുഞ്ഞു വണ്ടിയിലോട്ട് കയറ്. അതും പറഞ്ഞ് രാമൻ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി. കൃഷ്ണയും ജെസ്സിയും സംശയത്തോടെ അയാളെ നോക്കി. കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. ജെസ്സി, നിന്റെ കയ്യിൽ വണ്ടിയില്ലേ? നീ വീട്ടിലേക്ക് പൊയ്ക്കോ. മനയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഏട്ടൻ വരാതിരിക്കില്ല. ഏട്ടനോട് നിന്നെ വിളിക്കാൻ പറയാൻ ഞാൻ. അതും പറഞ്ഞ് കൃഷ്ണ വണ്ടിയിലേക്ക് കയറി. ജെസ്സി അവളുടെ സ്കൂട്ടി ഇരിക്കുന്നിടത്തേക്കും പോയി. മനയ്ക്കടുത്ത് കാർ അടുക്കും തോറും തൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നത് കൃഷ്ണ അറിയുന്നുണ്ടായിരുന്നു. കമാനത്ത് കടന്ന് വണ്ടി അകത്തേക്ക് കടക്കുമ്പോൾ കൃഷ്ണയുടെ കണ്ണുകൾ പതിഞ്ഞത് മുറ്റത്ത് തന്നെ കൂടി നിൽക്കുന്ന കുറച്ചധികം ആളുകളിലായിരുന്നു. അവളുടെ ഹൃദയം 10 മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. രാമേട്ടാ, എന്താ ഇത്? ഇവിടെ എന്താ ഇത്രയും ആളുകളൊക്കെ? കണ്ണുകൾ നിറച്ച് തന്നോട് ചോദിക്കുന്ന കൃഷ്ണയെ ദയനീയമായി നോക്കാൻ മാത്രമേ രാമന് കഴിഞ്ഞുള്ളൂ. വണ്ടി നിന്നതും ഒന്നും ആലോചിക്കാതെ കൃഷ്ണ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി മുന്നിൽ നിന്ന് ആളുകളെ വകഞ്ഞു മാറ്റി മനയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. ഉമ്മറത്തായി വെള്ള തുണിയിൽ മുഖം മാത്രം കാണും വിധം മൂടിക്കെട്ടിയ ആ 4 ശരീരങ്ങളെ കണ്ട് അവളുടെ കാലുകൾ നിശ്ചലമായി. ഒന്ന് ചലിക്കാൻ പോലും മറന്ന് അവൾ നിന്നുപോയി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരയായി ഒഴുകിയിറങ്ങി. അവളുടെ അവസ്ഥ കണ്ടു നിന്നവരിൽ മുഴുവൻ ആ കാഴ്ച ഒരു നോവായി പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. കൃഷ്ണയുടെ കണ്ണുകൾ 4 പാടും പാഞ്ഞു. സോപാനത്തിന്റെ അറ്റത്തായി തൂണിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന കാശിയിൽ കണ്ണുകൾ പതിഞ്ഞതും അവളുടെ കാലുകൾ അവിടേക്ക് ചലിച്ചു. കാശിയുടെ മുന്നിൽ ചെന്ന് നിന്ന് അവൾ തൻ്റെ വിറയാർന്ന കൈകൾ ഉയർത്തി അവൻ്റെ കയ്യിൽ ഒന്ന് തൊട്ടു. ചുവന്നു കലങ്ങിയ കണ്ണുകൾ വെട്ടി തുറന്ന കാശി എല്ലാം തകർന്നവളെ പോലെ തനിക്ക് മുന്നിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി. ഏട്ടാ, എന്താ ഇതൊക്കെ? അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ? കൃഷ്ണയുടെ ചുണ്ടുകൾ വിതുമ്പി. സ്വരം വല്ലാതെ ഇടറിപ്പോയി. കാശിക്ക് പിന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കൃഷ്ണയെ വലിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. അത്രയും നേരം അടക്കി നിർത്തിയ കണ്ണുനീർ അണപൊട്ടി ഒഴുകി. അവനൊപ്പം അവളും കരയുകയായിരുന്നു. കാശിയെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി കൃഷ്ണ മൃതകങ്ങൾക്കരിയിലേക്ക് കൂടി. അച്ഛേ, അമ്മയുടെ സങ്കടം മാറ്റാൻ അമ്പലത്തിൽ കൊണ്ടുപോവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്? എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ? കണ്ണു തുറന്ന് എന്നെ ഒന്ന് നോക്കച്ചേ. ചന്ദ്രൻ്റെ മൃതദേഹത്തെ കെട്ടിപ്പുണർന്നുകൊണ്ട് അവൾ ഏങ്ങലടിച്ചു കരഞ്ഞു. അപ്പോഴും അവളുടെ കണ്ണുകൾ ചലനമറ്റ് കിടക്കുന്ന അവളുടെ അമ്മയുടെയും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മൃതശരീരങ്ങളിൽ ഊടി നടന്നു. കൃഷ്ണയുടെ ഏങ്ങലടികൾ കൂടിയതും അത് കണ്ടു നിൽക്കാൻ കഴിയാതെ കാശി അവളെ നിലത്ത് നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് നെഞ്ചോടടക്കി പിടിച്ചു. കിച്ചു, അവര് പോയി മോളെ. നമ്മളെ ഒറ്റയ്ക്കാക്കി അവര് പോയി. ഇല്ല ഇല്ല ഏട്ടാ, അങ്ങനെ പോകുമോ? ഇല്ല, അവര് പോകില്ല. നമ്മളെ വിട്ടു പോകില്ല. കൃഷ്ണ സമനില തെറ്റിയതുപോലെ കാശിയുടെ നെഞ്ചിൽ ചാരി നിന്ന് എന്തെല്ലാമോ പറഞ്ഞു കരഞ്ഞു. അവളോട് പറയാൻ മറുപടിയോ അവളെ സമാധാനിപ്പിക്കാൻ വാക്കുകളോ ഉണ്ടായിരുന്നില്ല കാശിയുടെ പക്കൽ.
കുഞ്ഞെ, ചടങ്ങുകൾ നടത്താൻ സമയമായി. ബോഡി പുറത്തേക്കെടുക്കണം. പ്രായമായ ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്ന് പറഞ്ഞു. ഇല്ല, ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എവിടെ കൊണ്ടുപോകാനാ അവരെ? സമ്മതിക്കില്ല ഞാൻ. അവർക്കൊന്നുമില്ല. ഉറങ്ങുമല്ലേ? എഴുന്നേക്കും. അയാൾക്കു നേരെ ആദ്യം ദേഷ്യത്തോടെയും പിന്നെ കരഞ്ഞുകൊണ്ടും അവൾ പറഞ്ഞു. ഏട്ടാ, ഇയാളോട് പറ, അവർക്കൊന്നുമില്ലെന്ന്. ഉറങ്ങുവാണെന്ന് പറ ഏട്ടാ. കാശിയുടെ നെഞ്ചിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു. കാശിയുടെ കൈകൾ അവളിൽ കൂടുതൽ മുറുകി. പക്ഷേ അപ്പോഴേക്കും കാശിയുടെ മേലുള്ള കൃഷ്ണയുടെ കൈകൾ അയഞ്ഞു. അവളുടെ കരച്ചിൽ ചീളുകൾ നിലച്ചു. നെഞ്ചിൽ നിന്ന് ഊർന്ന് നിലത്തേക്ക് വീഴാൻ പോയ കൃഷ്ണയെ കാശി 2 കൈകൊണ്ടും താങ്ങി പിടിച്ചു. കിച്ചു, മോനെ, ഇങ്ങനെ ഇരിക്കാതെ കിച്ചുവിനെയും കൂട്ടി വാ. എന്തെങ്കിലും കഴിക്കേണ്ടേ? കാശിയുടെ മടിയിൽ തലവെച്ച് തളർന്നു മയക്കുന്ന കൃഷ്ണയിൽ നോട്ടമെയ്തുകൊണ്ട് സുമിത്ര കാശിയോട് ദയനീയമായി പറഞ്ഞു. ഒന്നും വേണ്ട ചെറിയമ്മേ, കഴിച്ചാൽ ഇറങ്ങില്ല. നിങ്ങൾ കഴിച്ചോളൂ. അവന്റെ മറുപടിയിൽ മറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അവർ പിന്നെ അവനെ നിർബന്ധിച്ചില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞു പോയിരുന്നു. ഇപ്പോൾ സുഭദ്രയുടെ ബന്ധുക്കൾ മാത്രമാണ് മനയിൽ ബാക്കിയുള്ളത്. സുഭദ്രയുടെ അനുജത്തി സുമിത്രയും ഭർത്താവ് രാഘവനും പിന്നെ സുഭദ്രയുടെ സഹോദരൻ സുദേവനും ഭാര്യ അനിതയുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. സുമിത്രയ്ക്കും രാഘവനും മക്കളില്ല. അതുകൊണ്ട് തന്നെ കൃഷ്ണയും കാശിയും അവർക്ക് സ്വന്തം മക്കളെ പോലെയാണ്. സുദേവനും അനിതയ്ക്കും ഒരു മകനാണ്, മാനവ്. അവൻ നാട്ടിലില്ലാത്തതുകൊണ്ട് മനയിലേക്ക് വന്നിട്ടില്ല. കാശി. വാതിലിനടുത്ത് നിന്ന് പരിചിതമായ ശബ്ദം കേട്ട് കാശി ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കി. മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ജോണിനെ കണ്ട് കാശിയുടെ കണ്ണുകൾ അനുസരണയില്ലാതെ പെയ്തു തുടങ്ങി. അങ്കിളേ. കാശിയുടെ ചുണ്ടുകൾ വിരുമ്പി. അപ്പോഴേക്കും കൃഷ്ണയും മയക്കം വിട്ട് ഉണർന്നിരുന്നു. കണ്ണ് തുറന്നപ്പോൾ ആദ്യം കണ്ണിൽ പതിഞ്ഞത് അവളുടെ ജോപ്പന്റെ മുഖം തന്നെയാണ്. ജോപ്പ. അവളുടെ ചുണ്ടുകൾ ഉരുവിടുന്നതിനൊപ്പം കാശിയുടെ മടിയിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് അവൾ ജോണിനരികിലേക്ക് ഓടി. ജോപ്പ, എൻ്റെ അച്ഛ, അമ്മ എല്ലാരും പോയി. ഞങ്ങളെ ഒറ്റയ്ക്കാക്കി. അവരൊക്കെ പോയി ജോപ്പ. ജോണിനെ കെട്ടിപ്പിടിച്ച് അവൾ പദം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കാശിയും അയാൾക്കരികിലായി സ്ഥാനം പിടിച്ചു. ജോൺ തന്റെ ഇടത് കരം ഉയർത്തി കാശിയുടെ തലയിൽ വാത്സല്യത്തോടെ തഴുകി. അടുത്ത നിമിഷം അവനും അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. തന്റെ പ്രിയ സുഹൃത്തിന്റെ 2 മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അയാൾ ഒന്ന് തേങ്ങി. ഡോ, നിർത്തട്ടോ തന്റെ നാടകം. ഇരുവശത്തുമായി കാശിയെയും കൃഷ്ണയെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ജോണിനെ കണ്ട് അരിശത്തോടെ സുദേവൻ ശബ്ദമുയർത്തി. എല്ലാവരെയും കൊന്ന് ഇവരെ അനാഥരാക്കിയിട്ട് സിമ്പതി കാണിച്ചുവെന്ന് നാടകം കളിക്കുന്നു. സുദേവന്റെ ഓരോ വാക്കിലും ജോൺ പകച്ചു നിന്നുപോയി. ഏട്ടാ, വേണ്ട. അനിത അയാളെ തടഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ അമർത്തി പിടിച്ച് പേടിയോടെ പറഞ്ഞു. കൈവിടടി. ഇനി ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് സംസാരിക്കണം. കുറേയായി. ഞാൻ ക്ഷമിക്കുന്നു. ചന്ദ്രേട്ടനോട് ഒരഭിപ്രായവും പറയാൻ ആർക്കും ഒരിക്കലും കഴിയില്ല. എന്ത് പറഞ്ഞാലും ഒരു ജോൺ. ഇയാളുടെ അനുവാദമില്ലാതെ ഒന്ന് തുമ്മുക കൂടിയില്ല ചന്ദ്രേട്ടൻ. ഇയാളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പാവയായിരുന്നു ഇത്രയും നാൾ നമ്മുടെ ചന്ദ്രേട്ടൻ. എല്ലാം അവരെ അവസാനിപ്പിക്കാൻ വേണ്ടി ഇയാളും ഇയാളുടെ തന്തയും കൂടി കളിച്ച നാടകം തന്നെയാ. അനിതയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് സുദേവൻ ജോണിന് നേരെ ചീറി. നിങ്ങളും നിങ്ങളുടെ അപ്പനും ചേർന്ന് തന്നെയാ എല്ലാവരെയും കൊന്ന് ഞങ്ങളുടെ കുട്ടികളെ അനാഥരാക്കിയത്. അതിനുവേണ്ടി തന്നെയാ സ്നേഹം കാണിച്ച് നിങ്ങൾ ചന്ദ്രേട്ടനൊപ്പം കൂടിയത്. എന്നിട്ടും ഇപ്പോൾ സംശയം തോന്നാതിരിക്കാനല്ലേ നിങ്ങൾ ഇങ്ങനെ വന്ന് ഈ പ്രകടനം നടത്തുന്നത്? ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്നു. അമ്മാമേ. അയാൾ പറഞ്ഞു തീർന്നതും കാശിയുടെ ശബ്ദം അവിടെ ഉയർന്നു. എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. നിർത്തിക്കോ. ഒന്നും അറിയാതെയുള്ള നിങ്ങളുടെ സംസാരം. എത്ര ധൈര്യമുണ്ടായിട്ടാ നിങ്ങൾ അങ്കിളിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിക്കുന്ന മനുഷ്യനെയാ നിങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ തന്നെ അങ്കിളിനോട് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത്? എവിടെയായിരുന്നു നിങ്ങളൊക്കെ ഇതുവരെ? അച്ഛനും അമ്മയും മരിച്ചെന്നറിഞ്ഞിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അതുവരെ എവിടെയായിരുന്നു ഈ ബന്ധവും സ്വന്തവുമൊക്കെ? എന്താ, സ്വത്തുക്കൾ കണ്ടിട്ടാണോ ഇപ്പോഴത്തെ ഈ വരവ്? അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അത് മറന്നേക്ക്. എൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ചോരയും വിയർപ്പുമാ ഈ കാണുന്നതൊക്കെ. ഇവിടുത്തെ ഒരു തരി മണ്ണ് പോലും ആരെയും തൊടാൻ ഞാൻ അനുവദിക്കില്ല. അത് മോഹിച്ചാണ് ഇങ്ങോട്ടുള്ള വരവെങ്കിൽ ഇപ്പോൾ ഇറങ്ങണം എല്ലാവരും ഇവിടെ നിന്ന്. കാശിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. അവന്റെ ചോദ്യങ്ങൾക്ക് കൊടുക്കാൻ മറുപടിയില്ലാതെ നിന്നുപോയി സുദേവൻ. മോനെ, വേണ്ട. സുദേവൻ ഉള്ളിലെ വിഷമം കൊണ്ട് പറഞ്ഞതാവും. അത് വിട്ടേക്ക്. ഞാനിവിടെ വന്നതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ഞാൻ ഇറങ്ങുന്നു. കാശിയുടെ തോളിൽ കൈകൾ അമർത്തി പറഞ്ഞുകൊണ്ട് ജോൺ തിരികെ നടന്നു. പിന്നെ ഒരിക്കൽ കൂടി അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ സുദേവ, നീ ഇപ്പോ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ കുരിശിങ്കൽ സേവ്യറിന്റെ മകന് ധൈര്യമില്ലാഞ്ഞിട്ടല്ല. അത് പറയാനുള്ള സ്ഥലവും സാഹചര്യവും ഇല്ലാത്തത് കൊണ്ടാ. ഇവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെന്റെ ചന്ദ്രന് സഹിക്കില്ല. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പോകുന്നു. പക്ഷേ നിന്റെ ഓരോ വാക്കിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും. അപ്പോൾ എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം നിനക്കുണ്ടാവണം. കേട്ടോ സുദേവ? ഒന്ന് അമർത്തി പറഞ്ഞുകൊണ്ട് ജോൺ പുറത്തേക്ക് പോകാനായി തിരിഞ്ഞു.
അയാളുടെ സംസാരത്തിൽ പതറിക്കൊണ്ട് സുദേവൻ തല താഴ്ത്തി. ജോപ്പാ. പോകാനായി ഇറങ്ങിയ ജോണിന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് കൃഷ്ണ വിങ്ങലോടെ വിളിച്ചു. ജോപ്പൻ വരാം മോളെ, ഇപ്പൊ പോവുക. അധിക നേരം ഇവിടെ നിൽക്കാൻ ജോപ്പന് കഴിയില്ല. അറിയുന്ന ആരെങ്കിലും കണ്ട പിന്നെ പറയണ്ടല്ലോ. നമ്മൾ ഇത്രയും നാൾ എല്ലാം എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ചത് വെറുതെ ആവും. അയാൾ അവളുടെ തലയിലൊന്ന് തഴുകി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയിൽ മുത്തി. ജോപ്പൻ പോയിട്ട് വരാം മോളെ. കാശിയെ ഒരിക്കൽ കൂടി നോക്കി ജോൺ പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ കാറിനടുത്ത് തന്നെ രാമൻ നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. രാമ, എന്റെ മക്കളെ നോക്കിക്കൊള്ളണേ. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേറെ ആര് കയ്യിലില്ല ഇപ്പോ. രാമന്റെ തോളിൽ കൈ അമർത്തി പറഞ്ഞുകൊണ്ട് ജോൺ കാറിലേക്ക് കയറി അവിടെ നിന്നും പോയി. അയാളുടെ വണ്ടി കണ്ണിൽ നിന്നും മറയും വരെ രാമൻ അവിടെ തന്നെ നിന്നു. അയാളുടെ കണ്ണുകൾ പറമ്പിന്റെ ഒരു വശത്തായി എരിഞ്ഞമർന്ന 4 ചിതകളിലേക്ക് നീണ്ടു. കവിൾത്തടത്തെ നനയിച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകുന്നത് അയാൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് തുടച്ചു നീക്കാൻ അയാൾ മുതിർന്നില്ല. അയാളുടെ നോട്ടവും നിൽപ്പും കണ്ടുകൊണ്ട് തന്നെ കൃഷ്ണയുടെ കയ്യിൽ പിടിമുറുക്കി കാശി അവളുമായി അകത്തേക്ക് കയറി. നടുത്തളത്തിന് ചുറ്റും നിൽക്കുന്നവരെ അവൻ കാണുന്നുണ്ടായിരുന്നു. എങ്കിലും അത് കണ്ടതായി ഭാവിക്കാതെ അവൻ കിച്ചുവുമായി റൂമിലേക്ക് കയറി വാതിലടച്ചു.